തന്നെയാണല്ലേ. ഇപ്പം നമ്മൾ നടക്കണ കാല് വെക്കണ ഭാഗം മാത്രം ടോർച്ച് ഉണ്ടെങ്കിൽ കാണും, ഇല്ലെങ്കിൽ അതും കാണൂല. ലോസ്റ്റായി, നമുക്ക് ട്രാക്ക് ലോസ്റ്റായി. എന്റെ പൊന്നോ, ഈ മരത്തിന് അതില്ലാട്ടാ. ഓ മാൻ, വഴിയൊക്കെ അതെ വേറെ ഏതൊക്കെയോ വഴി വന്ന അവസാനം കറക്റ്റ് വഴിയിലെത്തി. ഒരു 1.5 എക്സ്പീരിയൻസ് ആണ് ഇത്. എനിക്ക് രോമാഞ്ചമാണ് സത്യം പറഞ്ഞാൽ. കാരണം പോണ വഴിയിൽ ഏത് സമയത്തും വലിയ കുഴികൾ, ഇലകൾ ഒന്നും കാണുന്നില്ല നമ്മൾ നടക്കണ ഭാഗത്ത്. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, ഈ ഒരു വീട്. ഈ വീട് കണ്ട, ഇത് പഴയ ഫോറസ്റ്റിന്റെ ഗസ്റ്റ് ഹൗസ് ആണ്. ലാമാഡൂക്ക് നൈസ് സ്പോട്ടാണ്. ഞങ്ങൾ ഈ ഭാഗത്തോട്ട് എത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട്, കാരണം രാത്രിയും കൂടി ആയതുകൊണ്ടേ. കാരണം വഴി തെറ്റി അതിൻ്റെ ഇടയിൽ കൂടെ ലോസ്റ്റായി ഈ ജംഗിളിൽ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോണ വഴിയൊക്കെ അത്രയും സീനായിട്ടുള്ള വഴിയാണ്. ഫുള്ള് കുഴികളും പിന്നെ മഞ്ഞും, കാല് വെച്ചിട്ടൊക്കെ തെന്നി പോണാണ്. 4-5 തവണയൊക്കെ വീണ്. അത്രയും റിസ്ക് എടുത്ത് പിന്നെ അവസാനം മടുത്ത് തുടങ്ങി, എവിടെയെങ്കിലും ടെൻ്റ് അടിച്ചാലാന്നൊക്കെ ഉള്ള രീതിയായി. ഫൈനലി നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്കും തൊട്ടടുത്താണെന്നുള്ളത് മനസ്സിലായി. അതായത് ഈ നമ്മുടെ മിസ്റ്റർ ബീനിലൊക്കെ കാണൂലേ, തൊട്ടടുത്ത് നിന്നിട്ട് നമ്മൾ ഇവിടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കണം. അതേപോലെ തൊട്ടടുത്ത് ഡെസ്റ്റിനേഷൻ ഉണ്ടായിട്ട് നമ്മൾ തൊട്ടിപ്പുറത്തായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കണേന്ന്. ലാസ്റ്റ് കണ്ടെത്തി ഒരു മല, ഒരു കുന്ന്, ജസ്റ്റ് ലാസ്റ്റത്തെ ഒരു കുന്നുണ്ടായി. ആ കുന്ന് കയറി ഇറങ്ങലും ഈ വീട്. അടിപൊളി. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ടെൻ്റ് ഇടണം. ടെൻ്റ് ഇട്ടിട്ട് ഇനി കുക്ക് ചെയ്യണം. ഒന്നും കഴിച്ചിട്ടില്ല. എത്ര മണിക്ക് തുടങ്ങിയ? 4 മണിക്ക് തുടങ്ങിയ ഹൈക്കിംഗ് ആണ്. അങ്ങനെ നൂഡിൽസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇനിയിപ്പോൾ. പിന്നെ ഇതേ ക്യാമ്പ് ഫയറൊക്കെ, വുഡൊക്കെ കളക്ട് ചെയ്ത് ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെറിയ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് സൈഡിൽ നിന്ന്. ഇതൊക്കെ റെഡിയാണോ? നല്ല രീതിയിൽ സ്റ്റാർസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഹുയ് 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 ഹുയ്. ഹുയ് 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 ഹുയ്. അങ്ങ് കയറിയാൻ ഇങ്ങോട്ടാ വന്ന. ഇല്ല ബ്രോ, നിൽക്കണം. ആ സ്മെല്ല് അടിച്ചു നോക്കണേ. അങ്ങനെ രാവിലെ ഗുഡ് മോർണിംഗ് എവരിവൺ. എന്താണ് പുറത്തത്തെ വ്യൂ എന്നുള്ളത് കാണാം നമുക്ക്. നല്ല സൂപ്പർ ഉറക്കമായിരുന്നു കേട്ടോ. കാരണം ഒന്നാമത് ഓൾറെഡി നല്ല ടയർഡായതുകൊണ്ട് നല്ല ഉറക്കം കിട്ടി. ആഹാ,
ഇന്നലെ നമ്മൾ ടെൻ്റ് ഇട്ട സ്ഥലം ഇതാണ്. ഇതാണ് വ്യൂ. ഈ ഒരു ഭാഗം നോക്കിയാൽ കംപ്ലീറ്റ് മഞ്ഞാണ്. അതായത് ഇതിൻ്റെ തൊട്ട് താഴത്ത് അതിൻ്റെ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് തണുപ്പുണ്ടായില്ല കേട്ടോ. നമുക്ക് ആ റുവേരിയം പോയി താമസിച്ചതിൻ്റെ ആ ഒരു ഫ്രീസിങ്, ആ ഒരു തണുപ്പ് എനിക്ക് അത് കഴിഞ്ഞിട്ട് എവിടെയും കിട്ടിയിട്ടില്ല. കാരണം അത് കണ്ടതാണല്ലോ രാവിലെ ഇപ്പോൾ ടെൻറ്റ് വരെ ഫ്രീസായി വന്നത്. അത് മറക്കാൻ പറ്റാത്തൊരു തണുപ്പാണ്. ഞാൻ മൂന്നാറിലാണ്, എവിടെയും എനിക്ക് അത്രയും പീക്കിലോട്ട് ആ തണുപ്പ് പോയിട്ടില്ല. അടിപൊളി. ഇന്നലെ പിന്നെ നമ്മളെ കാണാൻ വേണ്ടി ഒരാൾ വിസിറ്റ് ചെയ്തിരുന്നു. അത് സ്നോ ലെപ്പേർഡ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മളവിടെ എന്താണ് അതിൻ്റെ കണ്ണും പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ പിന്നീട് നമ്മൾ ചിന്തിച്ചപ്പോൾ അത് തന്നെ. കാരണം ഇതിൻ്റെ തൊട്ട് മേളിലായിട്ട് കംപ്ലീറ്റ് സ്നോയാണ്. അപ്പോൾ അവിടെ നിന്ന് രാത്രി ഇറങ്ങി വന്നാണ് ആശാൻ ചിലപ്പോൾ വല്ലോ സ്മെല്ല് പിടിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. ഇവിടെ വെള്ളമുണ്ട്, വാട്ടർ സോഴ്സ് ഈ ഭാഗത്തേ ഉള്ളൂ. ഇതൊരു പഴയ ഡാമായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തോ വലിയൊരു കൺസ്ട്രക്ഷനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നതാണ്, അതൊക്കെ വിട്ടുപോയതാണ്. പിന്നെ എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഒരുപാട് കാടിൻ്റെ ഇത് നല്ല ഒരു തിക്ക് ഫോറസ്റ്റ് തന്നെയാണ്. ഇന്നലെ വന്ന എക്സ്പീരിയൻസ് എൻ്റെ പൊന്നോ മറക്കാൻ പറ്റില്ല. കാരണം വന്ന വഴി അത്രയും സീനായിട്ടുള്ള വഴിയായിരുന്നു, അത്രയും റിസ്ക്കി ആയിട്ടുള്ള വഴിയായിരുന്നു നമ്മൾ നടന്നു വന്ന. ഇപ്പോൾ ഇന്നലെ കണ്ട ഒരു കുഴിയൊക്കെ ഇല്ലേ, അതൊക്കെ കണ്ടില്ലായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കി. ഇല മൂടി കിടക്കുന്ന ഒരു കുഴിയാണെങ്കിൽ നമ്മൾ ആ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ, അതായത് 3 ആളുടെ താഴ്ച ഉണ്ട് അതിൻ്റെ അടിയിലോട്ട്. പോയി കഴിഞ്ഞാൽ തന്നെ അതും കറക്റ്റ് ഒരാൾ ലോക്കായി പോകും. പോയി കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്, ചിന്തിക്കാൻ പോലും പറ്റണില്ല അത്. അതേപോലെ തന്നെ ഇലകളൊക്കെ നമ്മളിങ്ങനെ കാല് വെക്കുമ്പോൾ സ്റ്റെപ്പ് വെക്കുമ്പോൾ ഇങ്ങനെ തെന്നി പോകണമായിരുന്നു. പിന്നെ അതേപോലെ ഫ്രീസിങ്ങും അതിൻ്റെ ഉള്ളിൽ തണുപ്പ് കൂടുതലായിരുന്നു, കാരണം മരങ്ങളുടെ ഉള്ളിലോട്ട് പോയപ്പോഴത്തേക്കും. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേന് ഓക്കെ ആയി. പിന്നെ ക്യാമ്പ് ഫയറൊക്കെ ഇട്ടിരുന്നതുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടായില്ല. ഇതൊക്കെ മറ്റേ ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഇതൊക്കെ. അതിന് മാത്രം ഉണ്ട് നമുക്ക് ആ ഒരു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നൈറ്റ് നമ്മൾ ഹൈക്കിങ് ചെയ്യാനുള്ള കാരണം അതിൻ്റെ ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസും പിന്നെ ആ ഒരു കുറച്ചുകൂടി റിസ്ക് നല്ല രീതിയിൽ കൂടുതലാണ്. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് വേറെയാണ് എനിക്ക് മെയിനായിട്ട്. പിന്നെ ആ ദിവാനിയിൽ നൈറ്റ് അവർ ഹൈക്ക് ചെയ്യണ ഒരു ഹൈക്കിങ് സീനുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ കുറേ കാലങ്ങളായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ചെയ്തെന്നുള്ളൂ. നല്ല രസമുണ്ടായത്. എന്താണെങ്കിലും പറ്റുവാണെങ്കിൽ വെള്ളത്തിലൊന്ന് കുളിക്കാൻ പറ്റുമെന്ന് നോക്കുക, ഒരു ചാലഞ്ചായിട്ട് എടുക്കുക. ഈ മഞ്ഞുകൾ, ഈ കാണുന്ന മേളിലുള്ള മഞ്ഞുകൾ ഉരുകിയിട്ട് വന്ന വെള്ളമാണ്. ആ വന്ന വെള്ളത്തിൽ കണ്ട അവിടെ കുറച്ച് ഭാഗമുണ്ട്, അവിടെ വേണമെങ്കിൽ നിന്നൊന്ന് പയ്യൊന്ന് കുളിച്ച് നോക്കാം. ഇതൊക്കെയല്ലേ ഇവിടെ വരുമ്പോൾ കാണിച്ചു കൂട്ടേണ്ട കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ഇന്നലെ ഹൈക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെ ആയിരുന്നു. ലാമഡൂക്ക് നമ്മൾ ഇന്നലെ ഹൈക്ക് ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6.59, അതായത് 7 കിലോമീറ്ററോളം ഹൈക്ക് ചെയ്ത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയണത് ഞാനിപ്പോൾ ഈ ക്യാമ്പ് ചെയ്തേക്കണ ഹൈറ്റ് എന്ന് പറയണത് 3085 മീറ്റർ ഹൈറ്റാണ് സീ ലെവലിൽ നിന്ന് ഇതിപ്പോൾ സ്ഥിതി ചെയ്യണത്. അതേപോലെ തന്നെ എലിവേഷൻ ഗെയിൻ ആണെങ്കിൽ, അതായത് കയറ്റം കയറിയേക്കണ ആ ഒരു ഡെപ്ത് പറയണമെന്നുണ്ടെങ്കിൽ 1194 മീറ്റർ കേട്ടോ. 6.5-7 മണിക്കൂറിനടുത്തെടുത്ത്. ശരിക്കും അത്ര മണിക്കൂറൊന്നും വരില്ല, ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ എന്തായാലും വരും. പിന്നെ ഈ പറഞ്ഞ പോലെ വഴി തെറ്റിയതും പിന്നെ അതേപോലെ തന്നെ ഷൂട്ടിൻ്റെ ഒരു സമയവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നേക്കണം. പക്ഷേ എന്താണ് എല്ലാം കൊണ്ടും അടിപൊളി, ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ്. ഇന്നലെ രാത്രി ലാസ്റ്റ് കയറി വന്ന വഴിയാണിത്. ഈ വഴി കയറി വന്ന് ഇവിടെ നിന്ന്
ആ വീട് കണ്ടെത്തിയപ്പോൾ കിട്ടിയ സന്തോഷമില്ലേ. ബെയർഫുട്ടിൽ നടക്കാൻ നല്ല രസമുണ്ട് ഇതിൽ കൂടെ. ആ പറഞ്ഞോളൂ, മുള്ളു കയറി. ആ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാവാം കുളിയൊക്കെ. മരവിച്ചു കൊടു കാലൊക്കെ വെച്ചിട്ട്. എന്തായാലും ഒന്ന് പയ്യൊന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ ഈ ഒരു ഭാഗത്ത് ചെളിയാണ്. എനിക്ക് തോന്നുന്നു അവിടെ കുറച്ചുകൂടി മണ്ണുണ്ട്. വല്ല അട്ടയൊക്കെ ഉണ്ടാവുമെന്നാവോ. ഇവിടെ വെയിലുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു ചാലഞ്ച് എടുക്കാൻ പോണത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എടുക്കൂല. വെയിലുണ്ട്, കാരണം പെട്ടെന്ന് നമുക്ക് തണുപ്പ്, ഭയങ്കര സീനായിട്ടുള്ള തണുപ്പ് വന്നാലും തന്നെ നമുക്ക് നേരെ കയറി വെയിലത്ത് നിന്നാൽ മതി എന്നൊക്കെ വിശ്വസിക്കണ്. അറിഞ്ഞൂടാ. ലെറ്റ്സ് ഡു. ആ കാണുന്ന മഞ്ഞുകൾ കണ്ടോ? ഈ കാണുന്ന കംപ്ലീറ്റ് സ്നോ ഉരുകിയിട്ട് വന്ന വെള്ളമാണ് ഈ പാറിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അറിയാലോ നിങ്ങൾക്ക് എത്രത്തോളം തണുപ്പുണ്ടാവും എന്നുള്ളത്. നോക്കട്ടെ നടക്കുമെന്ന്. ഓ, ഇത് കംപ്ലീറ്റ് ചെളിയാണ്ട. കാല് കുഴിഞ്ഞു പോണ്. കാലൊക്കെ മരവിച്ച്. തലയൊക്കെ മരവിച്ച്. കംപ്ലീറ്റ് ചെളി കലങ്ങി കേട്ടോ. നൈസ്. 2 തവണ നല്ല രീതിയിൽ മുങ്ങി. നമുക്ക് മുങ്ങി കുളിക്കാനുള്ളൊരു സ്പേസ് ഇല്ല ഇവിടെ. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ ചാലഞ്ച് ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും പോയാൽ പറ്റുമെന്ന് പറഞ്ഞോടാ. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണെങ്കിലും മുങ്ങിയത്. വെയിൽ കുറഞ്ഞ ഇപ്പം. വെയിൽ കുറഞ്ഞാണോ അല്ലെങ്കിൽ എനിക്ക് വെയിലിൻ്റെ ചൂടറിയാത്തതാണ്, ഫ്രീസ് ആയതുകൊണ്ട്. കണ്ണടയെ പോകരുത്. അങ്ങനെ എൻ്റെ വിഷ് ലിസ്റ്റിലുള്ള ഓരോ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ തീർത്തുകൊണ്ടിരിക്കണം. ഇനി എന്നാണ് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റൊക്കെ കാര്യങ്ങൾ തീർക്കണത്? ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യണമല്ല. അപ്പോൾ ചാലഞ്ച് എടുക്കുമ്പോൾ നമ്മൾ അത് എന്താണെങ്കിലും നോക്കാം, മാക്സിമം അതിൻ്റെ നോക്കാം എന്നുള്ള രീതിയിൽ തന്നെ. മൈൻഡാണ് ആദ്യം നമുക്ക് വേണ്ടത് എല്ലാ കാര്യത്തിനും.
അങ്ങനെ ഇവിടെ നിന്ന് തൊട്ട് മേളിലൊരു സ്പോട്ട് ഉണ്ട്, മഞ്ഞ് കുറച്ചും കൂടി കംപ്ലീറ്റ് മഞ്ഞുള്ളൊരു സ്ഥലം. അപ്പോൾ അവിടം വരെ ഒന്ന് ഹൈക്ക് ചെയ്തിട്ട് താഴത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച്. ഇവിടം വരെ വന്നിട്ട് പിന്നെ അവിടെ പോയില്ലെങ്കിൽ നഷ്ടമല്ലേ അത്. അതുകൊണ്ട് ഇപ്പോൾ ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും. ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇപ്പോൾ സ്നോ കിടക്കണോണ്ട് നമുക്ക് അതിൻ്റെ അടിയിൽ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല. നമ്മൾ ഇതിന് മുമ്പ് തിയൂച്ചിയിൽ പോയപ്പോൾ കണ്ടതല്ല, എൻ്റെ കാലിത് ഇവിടം വരെയാണ് ആ കുഴിയിലോട്ട് പോയത്. പിന്നെ ഏതോ ഒരു ഭാഗത്തിന് ഞാൻ പിടിച്ച് നിന്നാണ്, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോയത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പാറിൻ്റെ ഇടയിൽ സ്നോ കിടക്കുമ്പോൾ നമുക്ക് അറിഞ്ഞൂടാ അതിൻ്റെ ഇടയിൽ അടിയിൽ എന്താ സംഭവിക്കണം എന്നുള്ളത് ആയിട്ടിരിക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ നടക്കുമ്പോൾ ട്രയൽസ് ഉണ്ടെങ്കിൽ ആ ട്രയൽസിൽ കൂടെ തന്നെ നടക്കാം, അല്ലെങ്കിൽ ഭയങ്കര അപകടം ഉണ്ടാവും. കാരണം ഇവിടെ കംപ്ലീറ്റ് പാറേൻ്റെ മേളിലോട്ട്, അപ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കണം എന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ ഇപ്പം ഞാൻ ഈ ഒരു മൗണ്ട് ഇത് ഞാൻ ഫിറ്റ് ചെയ്തതിൽ, കാരണം സ്നോ ആയതുകൊണ്ട് കുറച്ചുകൂടി ഒരു പിടുത്തം കിട്ടും ഇതിൽ. മറ്റേതാകുമ്പോൾ ശരിക്കും കുഴിഞ്ഞു പോകും. അപ്പോൾ കയറാം. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം പറയാണ്ട്, ഈ സ്നോയിൽ എപ്പോഴും വരുമ്പോൾ സൺഗ്ലാസ് യൂസ് ചെയ്യാം. അത് നമ്മുടെ കണ്ണിൽ, കാരണം അല്ലെങ്കിൽ ആ വൈറ്റ് ഭയങ്കര സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് കണ്ണിന് നല്ലതല്ല എന്നാണ് ഞാൻ കേട്ടേക്കാം. അപ്പോൾ എപ്പോഴും സ്നോ ഉള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇതേപോലെ പോളറൈസ്ഡ് അല്ലെങ്കിൽ സൺഗ്ലാസ്, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള സൺഗ്ലാസ് യൂസ് ചെയ്യാം, മസ്റ്റാണ് കേട്ടത്. കാണിച്ചത് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചത്. ഇത് കണ്ടാ ഇവിടെ മാത്രം കുഴിഞ്ഞിരിക്കണ കണ്ടാ ഇത് അങ്ങോട്ട് പോണേന്, ഇത് കണ്ടാ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ വെള്ളം ഒലിച്ചിട്ടുള്ള ഹോളുകളാണ്, നമ്മൾ നോക്കി നടന്നില്ലെങ്കിൽ പോവും, പണി പാടും. പിന്നെ ഇത് കംപ്ലീറ്റ് ഡെഡ് സ്നോ ആണ് കേട്ടോ, ഫ്രഷ് സ്നോ അല്ല. ഡെഡ് സ്നോ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് തെന്നാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ വീണ് കഴിഞ്ഞാൽ ഫ്രാക്ചറൊക്കെ ഉണ്ടാവാൻ, നമ്മൾ എല്ലൊടിയാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇത് കട്ടിയുള്ള ഐസാണ്, അതുകൊണ്ടാണ്. ഫ്രഷ് സ്നോ എന്ന് പറയുന്നത് വിൻ്ററിൽ മാത്രം. ആ സമയത്താണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും കയറാനും പറ്റില്ല. അതേപോലെ ഇത്രയും ഹൈറ്റിൽ സ്നോ ഉണ്ടാവും എന്നാണ് പറഞ്ഞാൽ. ഫുള്ള് കയറണം മേലോട്ട്. നമുക്ക് ആ മരങ്ങൾ എത്തിച്ചാൽ പിന്നെ ഓക്കെയാണ് അല്ലേ? യെസ്.
ലെപ്പേഡിന്റെ ഒക്കെ പഗ് മാർക്ക് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാട്ടോ. നമ്മ ഇപ്പൊ പുലിയാവും, കാരണം കൈ ഇങ്ങനെ പിടിച്ചാലും നിക്കോളൂ, അല്ലെങ്കിൽ തെന്നി താഴത്തോട്ടു ഇരുന്ന് കേറാട്ടാ. ബ്രോ ചേച്ചി കയറി ഇങ്ങനെ 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 കയറിയിട്ട് നമുക്കപ്പോൾ ഇങ്ങനെ പോവാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഭയങ്കര സ്ലോപ്പാണ്. നമുക്ക് ഒന്ന് സ്കിഡ് ആയി കഴിഞ്ഞാൽ, ഒന്ന് കൈ വിട്ട് കഴിഞ്ഞാൽ സ്ലിപ്പ് ആയി കഴിഞ്ഞാൽ നേരെ താഴത്തോട്ട് പോയിട്ട് പാറയിലടിക്കും. അതെ 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 അതെ. അവിടെ ഇവിടെയൊക്കെ ഫുള്ള് സ്നോയിൻ്റെ ആയിട്ട് മെൽറ്റായി പോയേക്കണതാണ് ഇതൊക്കെ. അതിനിപ്പോൾ ഇങ്ങനെ കയറിപ്പോ ഓ